बक्कड़ बक्कड़ बम्बे को 80-90 पूरे 100 रात के बज गए 1:45 जो होता है होने दो बक्कड़ 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 ഹലോ വെൽക്കം ടു ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്. നമ്മുടെ ഇവിടുത്തെ ഈ ഷോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും മത്സര ബുദ്ധിയില്ല, അസൂയയില്ല, കുശുമ്പില്ല, ഒരു വാശിയുമില്ല. സെലിബ്രേഷനും ഫണ്ണും മാത്രം ഉള്ളൂ ഇവിടെ. അതാണ് കട്ടുറുമ്പിന്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ ഇവിടെ ഇങ്ങനെ നിഷ്കളങ്കമായ ചിരിയും അവരുടെ സംസാരവും അവരുടെ പെർഫോമൻസ് കാണാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കളർഫുൾ ഫൺ പാക്ഡ് എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ കൂടെ 2 പേര് വന്നിട്ടുണ്ട്. അവർ 2 പേരും ഇന്ന് കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കാനും അതുപോലെ അവർ ഡബ് സ്മാഷ് കാണാനൊക്കെ ആയിട്ട് ഇങ്ങനെ വളരെ വളരെ എക്സൈറ്റഡ് ആയിട്ട് പുറകിൽ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് എന്തായാലും അവരെ ഒന്ന് സ്വാഗതം ചെയ്യല. അവരെന്താണ് ഇവിടെ എന്തൊക്കെ പ്രതീക്ഷിച്ച് വന്നിരിക്കുന്നതെന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ അവർ സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് അവരെ കുറിച്ച് എന്താ ഞാൻ പറയാം. 2 പേര് മലയാള സിനിമയ്ക്ക് കിട്ടാൻ പോകുന്ന അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന യുവ പ്രതിഭകളാണ് 2 പേര്. ഇപ്പോൾ റീസെന്റ് ദിവാൻജി മൂല എന്ന മൂവിയിൽ അഭിനയിച്ചുകൊണ്ട് ആ ഒരു മൂവി പ്രേക്ഷകർ ഏറ്റെടുത്ത് കഴിഞ്ഞു. അതുകൊണ്ട് അവരുടെ കഥാപാത്രത്തെ ഒക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞു. ലെറ്റ്സ് ഇൻവൈറ്റ് ഷാഹിൻ ആൻഡ് തരുഷി. വെൽക്കം. സോ തരുഷി നമ്മുടെ എന്താ പറയാ കട്ടുറുമ്പിന്റെ ഫാമിലിയിൽ വന്നിട്ട് ഭയങ്കര സൂപ്പർ കൂൾ അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണല്ലേ. കാരണം കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. ആൻഡ് വേറൊരു കാര്യം, മലയാളിയല്ല, കുട്ടി ഒരു നോർത്ത് ഇന്ത്യയിൽ നിന്ന് മലയാളത്തിലേക്ക് ചേക്കേറി വന്ന ഒരു നായികയാണ്. സോ ഷാഹിൻ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ പ്രിയങ്കരനായ സിദ്ദിഖ് സാറിന്റെ പുത്രനാണ് ഈ മിടുമിടുക്കനായ യുവ നടൻ. സോ പത്തേമാരിൽ നിന്ന് ഇപ്പോ ദിവാൻജി മൂലയിൽ എത്തി നിൽക്കാണ്. എന്താണ് മൂവിയെ കുറിച്ചിട്ട്, ആ മൂവിയെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പറയും. ദിവാൻജി മൂല ഗ്രാൻഡ് പ്രിക്സ്. സിനിമയുടെ തീം ഒരു ബൈക്ക് റേസ് ആണ്. അപ്പൊ അത് നമ്മൾ ഡേർട്ട് ബൈക്ക് റേസ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ നടക്കുന്ന ദിവാൻജി മൂലയില് താമസിക്കുന്ന ആളുകളെ ബേസ് ചെയ്തിട്ടൊരു സിനിമയാണ് ദിവാൻജി മൂല ഗ്രാൻഡ് പ്രിക്സ്. അനിൽ രാധാകൃഷ്ണ മേനോനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. കുറച്ച് വ്യത്യസ്തമായ പേരുകളായിരിക്കും. അപ്പൊ ആ സിനിമയിൽ എന്റെ ഫാദർ സിദ്ദിഖ് അഭിനയിക്കുന്ന റോളിന്റെ ചെറുപ്പമുള്ള റോളാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ചൊരു ഫ്ലാഷ് ബാക്ക് സീക്വൻസിലാണ് ഞാൻ വരുന്നത്. അതാണ് എന്റെ ക്യാരക്ടർ. എനിക്ക് ഇവിടെ നിന്ന് ഷാഹിനോട് സംസാരിക്കുമ്പോൾ സിദ്ദിഖ് സാറിന്റെ അതേ വോയിസ് പോലെ തോന്നുന്നു. അങ്ങനെ ആരെയും പറഞ്ഞിട്ടുണ്ടോ? കുറച്ചുപേര് പറയാറുണ്ട്. കണ്ണ് എല്ലാം അതുപോലെ തന്നെ. ശരിക്കും എന്റെ മൂത്ത ബ്രദറാണ് എന്റെ വാപ്സിയെ പോലെ ഇരിക്കുന്നത്. എന്റെ മാനറിസംസ് വാപ്സിയെ പോലെ എല്ലാവരും പറയാറുണ്ട്. ഇനി നിങ്ങൾ വേറൊരു നിങ്ങളുടെ പുതിയ മൂവിയെ കുറിച്ചിട്ട് പറയാനോ അതിന്റെ വിശേഷങ്ങൾ പ്രേക്ഷകരായിട്ട് പങ്കുവയ്ക്കാനാണ് എത്തിയിരിക്കുന്നത് അല്ലേ? കഥ പറഞ്ഞ കഥ അതിനെ കുറിച്ചിട്ട് പറയും. കഥ പറഞ്ഞ കഥ ഡോക്ടർ സിജു ജവഹർ, അദ്ദേഹം ഡോക്ടർ കൂടാതെ സൈക്കാട്രിസ്റ്റ് ആണ്. അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് കഥ പറഞ്ഞ കഥ. തൈക്കുടം ബ്രിഡ്ജിലെ ലീഡ് സിംഗർ സിദ്ധാർത്ഥ് മേനാണ് ഈ സിനിമയിലെ ഹീറോ. താരുഷിയാണ് ഈ സിനിമയിലെ ഹീറോയിൻ. ഞാൻ ആ സിനിമയിൽ വേറൊരു ഇമ്പോർട്ടന്റ് റോൾ ചെയ്യുന്നുണ്ട്. ശരി. അപ്പോ താരുഷി ഇതുവരെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ താരുഷി, എന്തായിരുന്നു ആ സിനിമയിൽ അഭിനയിച്ച എക്സ്പീരിയൻസ്? അല്ലെങ്കിൽ എന്തെങ്കിലും ഫൺ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഷാഹിൻ എങ്ങനെയായിരുന്നു? സിദ്ധാർത്ഥ് എങ്ങനെയായിരുന്നു? പറയൂ. This is my first movie and debut padamanu like Malayalam as a actress. അപ്പോൾ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ഫോർ മീ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ പടത്തിൽ ചെയ്യാൻ ഇഷ്ടം പോലെ ലൈക്ക് ഐ ക്യാൻ ആക്ട് എ ലോട്ട് ഇൻ ദിസ്. ഇഷ്ടം പോലെ ചെയ്യാൻ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാനുണ്ട്. ഓക്കേ, വെരി ഗുഡ്. അതൊരു ഭാഗ്യമാണ് അല്ലേ? സോ ആ ഒരു ലക്ക് ഇങ്ങനെ താരുഷിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ കട്ടുറുമ്പിന്റെ ഷോയിൽ നിങ്ങൾ 2 പേരും വന്നിരിക്കുകയാണ്. അവരുടെ പെർഫോമൻസുകളൊക്കെ കാണാനായിട്ട് റെഡിയാണെന്ന് എന്നോട് പറഞ്ഞു. നമുക്ക് ഒട്ടും സമയം കളയണ്ട, തുടങ്ങാം അല്ലേ? റെഡി? ഓക്കെ. സോ അവിടെ പോയി ഇരുന്നോളൂ, കണ്ടോളൂ, ആസ്വദിച്ചോളൂ. Hello, welcome to Eastern Katturumba Kurthakeda Unlimited. Baby, come on, baby. Me a love a girl and obsess a girl. Me say come on, baby. Say what? Me a love a girl and she make me fall. She's so sweet, so cute. Me a love a girl and obsess a girl. Me say come on, baby. Me a love a girl and she make me fall. She's so sweet, so cute. സൂരജ്, നീയായിരുന്നു ഇത്?
ഞാൻ വിചാരിച്ചു ശരിക്കും ഏതോ ബംഗാളിയാണെന്ന്. ഇത് എന്ത് കോല ഇത്? പുറം ലോകവുമായി ഒരു ബന്ധം വേണം. ന്യൂ ജനറേഷൻ. യോ നീ ഇത്ര കാലം എവിടെയായിരുന്നു? നാട്ടില് പണിയൊന്നും ഇല്ലെന്നേ. ആ ഇത് ബംഗാളികൾ കേക്കണ്ട, അവര് തല്ലിക്കൊല്ലു. നാട്ടില് പണിയില്ലാത്ര. ബംഗാളികൾ മാത്രല്ലെന്നേ, ആ. നാട്ടുകാരും വീട്ടുകാരും അച്ഛനും അമ്മയും ഒക്കെ തല്ലി പറഞ്ഞേച്ചില്ലെന്നേ. അതെങ്ങനെയാ? നാട്ടിൽ ഞാൻ ഒരു പണി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചുരുണ്ടുകൂടി കിടന്നു. അവര് തല്ലി പറഞ്ഞേച്ചി. എങ്ങോട്ട്? ബാങ്കോക്കിലേക്ക്. ആ പണിയില്ലാത്തവർക്ക് പോവാൻ പറ്റിയ സ്ഥലാട്ടോ ബാങ്കോക്ക്. അല്ലെന്നേ, സത്യമായിട്ട് ഞാൻ ബാങ്കോക്ക് പോയി. ആ എന്നിട്ട് ഞാനൊന്നും വിശ്വസിക്കില്ല, നീ കള്ളനാ. അല്ലെന്നേ, അവിടെ പണി ഉണ്ടായിരുന്നു. എന്ത് പണി? ഒരു ഹോട്ടലില് ഞാൻ മാനേജർ ആയിരുന്നു. ഓഹോ അടിപൊളി അടിപൊളി. ആ എന്നിട്ടെന്താ എന്നിട്ടെന്താ? ഞാൻ റിസൈൻ ചെയ്തു പോകും. ആ ദേ വീണ്ടും മടിയാണ് കാരണം. എന്തിനാ റിസൈൻ ചെയ്തത്? അല്ലെന്നേ, മടിയൊന്നല്ല. പിന്നെന്താ? നമ്മളൊക്കെ ഇവിടെ എന്തിനാ ഹോട്ടലിൽ റൂം എടുക്കുന്നേ? ഹോട്ടലിൽ റൂം എടുക്കാൻ എല്ലാരും താമസിക്കാനല്ലേ? നിങ്ങളും അങ്ങനെ തന്നെ താമസിക്കാനല്ലേ? അവിടെ അങ്ങനെ നല്ലതേ. അവിടെ കൊല, കുത്ത്, വെടിവെപ്പ്, ബോംബേറ്, പോലീസ്, ഗുണ്ടായിസം. ഹോട്ടലിലോ? വമ്പം ഗുണ്ടായിസം. എന്റെ ദൈവമേ, ഞാൻ അവസാനം അവിടുന്ന് റിസൈൻ ചെയ്തു പോകും. അതുകൊണ്ടാണ് റിസൈൻ ചെയ്തത്? അത് നന്നായി. പക്ഷെ തൽക്കാലം നീ ഇപ്പൊ ഇങ്ങോട്ട് എന്തിനാ വന്നത്? ഈ ഫ്ലോറിലേക്ക് എന്തിനാ വന്നേ? ഞാൻ ഇവിടെ വല്ല ജോലിയും കിട്ടും ഇങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കാം. കേരളത്തില് അവിടെ ഭയങ്കര ഗുണ്ടായിസാണ്. നന്നായിട മോനെ, എന്തായാലും നല്ലൊരു തീരുമാനമാണ്. കൊള്ളാം. കേരളത്തില് നീ നന്നായല്ലോ, എനിക്ക് സന്തോഷമായി നീ നന്നായിന്ന് കേട്ടപ്പോ. കേരളത്തിലെ പണിയൊക്കെ എടുത്ത് കേരളത്തിനെ ഇങ്ങനെ ഉന്നതിയിലേക്ക്. അതെ അതെ, കേരള തനിമ ഉയർത്താൻ. കേരള തനിമ നീ ഉയർത്തണം. അപ്പൊ പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി ജോലി പ്രാർത്ഥിക്കും, എല്ലാരും പ്രാർത്ഥിക്കും. അപ്പോൾ പണി കിട്ടണേന്ന് പ്രാർത്ഥിക്കരുതേ, ജോലി ലഭിക്കണേ. ശരി, അപ്പൊ ശരി, ഓക്കെ. അപ്പൊ കാണാം, നമുക്ക് കാണാം, പോയിട്ട് ഓക്കെ. ഇപ്പൊ ഈ സൂരജ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എനിക്കൊരു സിനിമയുടെ കാര്യം, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പടം ഓർമ്മ വരുന്നുണ്ടോ? ഏതെങ്കിലും മൂവി ഓർമ്മ വരുന്നുണ്ടോ? ഇതൊക്കെ കേട്ടപ്പോ ഓർമ്മ വരുന്നില്ല. തരിശിക്ക് പിന്നെ ഓർമ്മ വരില്ല, എനിക്കറിയാം. ഹോട്ടലിൽ നടന്ന കൊല, അത് വെടിപ്പുക, അതിന് ശേഷം സംഭവിക്കുന്ന ഓരോരോ കാര്യങ്ങള് ഒന്നും ഓർമ്മയില്ല? നായകൻ എന്ന് പറഞ്ഞ സിനിമ അല്ല, ഞാൻ പറയാം. എനിക്കൊരു സിനിമ പെട്ടെന്ന് ഓർമ്മ വരുന്നത് തുറുപ്പുകുലാൻ. തുറുപ്പുകുലാനിലെ ആ ഒരു കോമഡിക്ക് പ്രാധാന്യം കൊടുത്ത ഒരു കൊലയെ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. ജോണി ആന്റണി സംവിധാനം ചെയ്ത തുറുപ്പുകുലാൻ എന്ന സിനിമയിലെ മമ്മൂക്കയും അതുപോലെ കൊച്ചിൻ ഹനീഫ ചേട്ടനും ഒരുപാട് ആർട്ടിസ്റ്റുകൾ തകർത്ത് അഭിനയിച്ച ഒരു സിനിമയാണ് തുറുപ്പുകുലാൻ. സോ നമുക്ക് അതിലൊരു സീൻ കണ്ടാലോ? തരിശി, റെഡി? റെഡി. പോലീസ് അറസ്റ്റ് ചെയ്ത ഈ പെൺകുട്ടിയെ പോലീസിന്റെ കയ്യിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന് DGPയുടെ മുന്നിൽ നിന്ന് ന്യായം പറയുക. നിനക്ക് എവിടെ നിന്ന് കിട്ടിയാലേ തന്റെ ഇടം? ഇത് തന്റെ ഇടമൊന്നും അല്ല സാറേ, വിശ്വാസമുണ്ട്. സാറിനോടല്ല എന്റെ വിശ്വാസം. നിന്നോട് എനിക്ക് തീർത്താത്ത കടപ്പാടുണ്ട്, സ്നേഹമുണ്ട്, വാത്സല്യമുണ്ട്. പക്ഷേ അതിന് നീ വില പറയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. സാറിന്റെ ജീവൻ രക്ഷിച്ചതിന്റെ പേരിൽ ഒരു സഹായവും സാർ എനിക്ക് ചെയ്യണ്ട. സാറ് DGP ആണെന്നാ ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് വിചാരിച്ചൊന്നും അല്ലല്ലോ അന്ന് അങ്ങനെ ചെയ്തു. പെരുമാറ്റ ദൂഷ്യത്തിന് 10-12 പ്രാവശ്യം പണിഷ്മെന്റ് മേടിച്ച ആ അറുമുഖന്റെ കയ്യിൽ നിന്ന് നിരപരാധ ഈ പെൺകുട്ടിയെ രക്ഷിച്ചത് തെറ്റാണെങ്കിൽ സാറിനെ പോലീസിനെ വിളിച്ച് എന്നെ ലോക്കപ്പെട്ട് ഇടിച്ചോ കൊന്നോ? നിനക്കറിയില്ല ഈ പോലീസ് വകുപ്പ് നിയമമൊന്നും. പോലീസിന്റെ അന്വേഷണം മുഴുവൻ ഇപ്പൊ നിങ്ങളുടെ പിന്നാലെയാണ്. ഇനി എത്രയും പെട്ടെന്ന് യഥാർത്ഥ കൊലയാളിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. വൈകുന്തോറും ആ കൊലയാളിക്ക് രക്ഷപ്പെടാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. അങ്ങനെ വന്നാൽ ഈ കുട്ടിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഒരിക്കലും നിനക്ക് കഴിഞ്ഞെന്ന് വരില്ല. സാറേ, ഇതിന്റെ പിന്നിലുള്ളവരെ കുറിച്ച് സാറോട് മുഴുവൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ? സത്യം നമുക്കല്ലേ അറിയൂ. ആ സത്യം വ്യക്തമായ തെളിവോടും കൂടി പോലീസിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്താലാ? എങ്ങനെ? സാറേ, പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലെങ്കിലും എന്റെ കുഞ്ഞു കുരുട്ട് ബുദ്ധി തോന്നുന്ന ഒരു കാര്യം ഞാൻ സാറിനോട് പറയട്ടെ. സാറിന് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ തള്ളിക്കളാം. എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. എന്താ സാർ എല്ലാവരും ഒരുമിച്ച് വിളിച്ചു വരുത്തിയത്? കൊല്ലപ്പെട്ട ഗാവൻ ജോസഫ് നിങ്ങളുടെ ഹോട്ടലിൽ താമസിച്ചിരുന്ന ആളായിരുന്നതിനാലും പ്രതി ലക്ഷ്മി മേനോൻ ഹോട്ടൽ ഉടമയുടെ മകളായതുകൊണ്ടുമാണ് ഞാൻ നിങ്ങളൊക്കെ വിളിപ്പിച്ചത്. നിങ്ങൾക്കൊക്കെ സന്തോഷം തരുന്നൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ലക്ഷ്മി നിരപരാധിയാണ്. ആ കൊല ചെയ്തത് മറ്റൊരാളാണ്. പോലീസ് പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുന്നത്? വിനോദ് സാർ, പ്രതിയെ കൊണ്ടുവരൂ. യെസ് സാർ. ഇവനാണ് ഗാവൻ ജോസഫിനെ കൊലപ്പെടുത്തിയത്. ലക്ഷ്മിയോടുള്ള മുൻവൈരാഗ്യം മൂലം അവളിൽ കുറ്റം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ് ഈ കൊലപാതകം. പറയടാ, നീ എങ്ങനെയാ കൃത്യം നടത്തിയത്? പറയാൻ. ആദ്യം കള്ളത്താക്കോലിട്ട് ഫ്ലാറ്റ് തുറന്നു. പിന്നെ ഈ നിൽക്കുന്ന രവീന്ദ്ര സാറാണെന്ന് പറഞ്ഞ് ഞാൻ ഗാവനെ ഫോൺ ചെയ്ത് വരുത്തി. പിന്നെ വടിവാൾ കൊണ്ട് ഒറ്റ കുത്തുകുത്തി. ഭാഗ്യത്തിന് ആള് ക്ലോസ് ആയി. എന്റെ നല്ല കാലത്തിൽ ഒന്നും മോങ്ങിയും കൂടെ ചെയ്തില്ല. പക്ഷേ ഇവന്റെ ജാതകത്തിൽ ശുക്രൻ ഉദിച്ചു നിൽക്കുക.
ഇന്റർപോൾ $3 ലക്ഷം തലയ്ക്ക് വില പറഞ്ഞിരിക്കുന്ന ഒരു ഇന്റർനാഷണൽ ക്രിമിനലാണ് കൊല്ലപ്പെട്ട ഗാവൻ ജോസഫ്. ആ തുക ഇനി ഇവന് ലഭിക്കും. അപ്പൊ ശിക്ഷയില്ലേ? ഇല്ല. കാശ് കിട്ടും. എന്ത് നോക്കിയൊക്കെയാണ് എല്ലാം തുറന്നു പറ സാറേ, ഇല്ലെങ്കിൽ തെങ്ങും ചാരി പെണ്ണ് കൊണ്ടുപോകും. $3 ലക്ഷം എന്ന് പറഞ്ഞാൽ 5 കോടി രൂപയോളം വരും. ഒന്ന് പറ സാറേ, മക്കളെ നിങ്ങളെങ്കിലും ഒന്ന് പറ. വടി വിഴുകിയ പോലെ നിൽക്കാണ്, വെറുതെ കാശുകളെ പറ്റുണ്ടോ? നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം സാറേ. പറയൂ. ഗാവനെ കൊന്നത് ഇയാളല്ല, ഈ നിൽക്കുന്ന രാജൻ സാറാണ്. അല്ലല്ല, ഞാനാണ് കാശ് കിട്ടുമെന്ന് ഈ പന്നി കള്ളം പറയാണ്. അല്ല അല്ല അല്ല, ഈ നിൽക്കുന്ന രാജൻ സാറാണ്. ഉണ്ട് 100 രൂപ. ഓക്കെ, ഈ നിൽക്കുന്ന രാജൻ സാറാണെന്ന് ഞാൻ തെളിയിക്കാം. മിനിഞ്ഞാന്ന് ഗാവൻ ജോസഫിനെ വേറൊരു കാര്യം പറഞ്ഞ് ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചത് ഈ നിൽക്കുന്ന രവി സാറാണ്. ഞാനാണ് ഗാവൻ സാറിനെ കൂട്ടിക്കൊണ്ടുവന്നത്. ഫ്ലാറ്റിലെത്തിയ ഗാവൻ സാറിനെ പുറകിൽ നിന്ന് ഒറ്റ കുത്തിന് ഫ്ലാറ്റ് ആക്കിയത് ഈ നിൽക്കുന്ന രാജൻ സാറാണ്. ആദ്യത്തെ കൊലയായതുകൊണ്ട് അപ്പ തന്നെ ചത്തു, പരിചയക്കുറവാ. ഓ, പുണ്യം ചെയ്തൊരു അച്ഛൻ. ക്ഷേറുകാരനെ കേട്ടോ, എന്റെ സ്ഥാനത്ത് വേറൊരുത്താണെങ്കിലേ കൊല ഏറ്റെടുത്ത് കാശ് കൊണ്ടുപോയനെ. സാറേ, ഇത് വിശ്വസിക്കരുത്, ഞാനാണ് കൊല ചെയ്തത്. നിന്റെ തെളിവുണ്ടാ? തന്നെ തെളിവുണ്ടാ? ഉണ്ട്. എന്നാ പറ. കൊല ചെയ്യാൻ ഉപയോഗിച്ച വടിവാള് രാജ് പാലസിൽ ശ്രീധരൻ സാറിന്റെ ബെഡിന്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. അന്ന് എന്നോട് കളയാൻ പറഞ്ഞിട്ട് കളയാതിരുന്ന ഉപകാരമായില്ലേ? ഇങ്ങ വന്നേ കോടീശ്വര, ഇങ്ങ വന്നേ. 4 കാശുണ്ടാക്കുന്ന സമയത്താണ് ഈ മസിൽ പിടിക്കുന്നത്. മരണ വെപ്രാളത്തിൽ ഗാവൻ സാറ് മാന്തി പൊളിച്ച പാടുകളാണിത്. പുള്ളി നഖം വെട്ടാറില്ല. ഇനി ഈ ജുറാസി പാർക്ക് അങ്ങ് സൈഡാക്കിയേ. ഇനി ഇതൊന്നും പോരെങ്കിൽ ഇതിനേക്കാളൊക്കെ വലിയൊരു ദിക്സാക്ഷി നിങ്ങളുടെ മുമ്പിലില്ലേ? അതാരാണ്? ഈ ഞാൻ തന്നെ, രാമൻ കർത്ത ഫ്രം വെടിവെച്ചാൻ കോവിൽ. സാക്ഷിക്ക് പ്രോത്സാഹന സമ്മാനം ഉണ്ടോ? ഉണ്ട്. കോടതി വിധിയിൽ തനിക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കും. പിന്നെ ഈ കൊലയ്ക്ക് വേണ്ട എല്ലാ സഹായവും നൽകി ഈ കൊച്ചു കൊലപാതകം വൻ വിജയമാക്കി തീർത്ത ഒരാളുണ്ട്, കാക്കിക്കുള്ളിലെ കൊലാകാരൻ. സാറിങ്ങി മുഖ്യധാരയിലേക്ക് വരും. ഇദ്ദേഹമാണ് ആ കൊലപാതകത്തിന്റെ ബ്രെയിൻ. കണ്ടെത്താവുന്നില്ല. നമ്മൾ വന്ന വഴി മറക്കരുത്, അതാ പുള്ളിയും കൂടി ചേർത്ത്. സാറേ, എന്തെങ്കിലും കൊടുക്കണേ പുള്ളക്കുട്ടിക്ക്? കൊടുക്കാം. എല്ലാത്തിനും പിടിച്ച് അകത്തുള്ളൂ. എന്താ സാറേ ഇതൊക്കെ? എടോ, കുറ്റം തെളിയിക്കാൻ പോലീസ് ഒരുപാട് മാർഗങ്ങൾ ഉപയോഗിക്കും. താങ്ക് യു മിസ്റ്റർ കുഞ്ഞുമോൻ. ഇത് കുഞ്ഞുമോന്റെ ഒരു കുഞ്ഞു ബുദ്ധിയാ. നിങ്ങൾ അതിൽ വീണു, അല്ലെങ്കിൽ ഈ മണ്ടൻ നിങ്ങളെ വീഴിച്ചു. തെളിവ് സഹിതം പിടിയിലാകുകയും ചെയ്തു. ഞാൻ അബദ്ധമൊന്നും പറഞ്ഞില്ല. എല്ലാത്തിനും പിടിച്ചോണ്ട് പോടും. നടക്കണോ അങ്ങോട്ട്? കൂട്ടുപ്രതികൾക്ക് ജാമ്യം കിട്ടാത്ത വകുപ്പൊന്നും അല്ല കൊലക്കുറ്റം. എന്റെ ഒരു മോനെ നിനക്ക് തൊടാൻ പറ്റിയുള്ളൂ, പക്ഷെ 2 എണ്ണം മിനിമം എന്റെ കൂടെ തന്നെ ഉണ്ട്. അതിന് കളി തീർന്നിട്ടില്ലല്ലോ എന്റെ ഉണ്ണിത്താനെ, ടൈം കിടക്കുകയല്ലേ. അതിനുള്ളിൽ ഇവരെയും കൂടെ ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ജയിലിനുള്ളിൽ ആക്കിത്തരാം. തൽക്കാലം താൻ ഇവരെയും കൊണ്ട് പോ. ഒരുപാട് ചിരിച്ചു കേട്ടോ, ഒത്തിരി ചിരിച്ചു നിങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ട്. ഇന്നത്തെ സ്റ്റാർ നമ്മുടെ കൊച്ചിൻ ജനീഫ ചേട്ടനാണ് അല്ലേ? അതെ, രാജൻ കർത്തയല്ലേ? തേജസ് എന്നാണ് നമ്മുടെ കുട്ടിക്കുറുമ്പന്റെ പേര്. അല്ല, കണ്ടിട്ടുണ്ടോ പെർഫോമൻസ് ഏതെങ്കിലും? ഞാൻ എപ്പോൾ ടിവിയിൽ കണ്ടിട്ടുണ്ട്. രാജൻ കർത്ത എന്നല്ലേ ക്യാരക്ടറിന്റെ പേര്? അതെ, രാജൻ കർത്ത വെടിവെച്ച കോവിൽ. കൊച്ചു കൊലപാതകം എന്താ ചെയ്ത നീ? കൊച്ചു കൊലപാതകം അല്ലേ ചെയ്ത? ഈ കൊച്ചു കൊലപാതകത്തിന്റെ ഞാനും ചെയ്ത് ഈ നിൽക്കുന്ന രവീന്ദ്രൻ സാറാ ഇത്. രാജൻ സാറ്. കാശ് കിട്ടുമ്പോ ഇത്ര ആക്രാന്തം പാടുണ്ടോ തേജസ്? അതൊന്നും കുഴപ്പമില്ല. അത് 100 രൂപയ്ക്കൊക്കെ ബെറ്റ് വെച്ചിട്ട് എന്റെ കുഴപ്പമാണ്. ഒരു 10 ലക്ഷത്തിന് നോക്കണ്ട, കൈ കാശില്ല. അതെ, ഇതാരാന്ന് നിനക്ക് മനസ്സിലായോ ഷാഹിൻ? ഇല്ല. ചോദിക്ക, പേരെന്താ ചോദിക്ക? മറ്റേ ഗോതയില് മനസ്സിട്ട് അടിച്ച ആള്. അല്ല, ആ ആള് ഞാനല്ല. അന്തോണിയിലുണ്ട്. ഇല്ല, അമർ അന്തോണി ഇല്ല. അമർ അക്ബർ അന്തോണിയിൽ ഞാനില്ല. ഈ ചേച്ചി അമർ അക്ബർ അന്തോണിയില് പൃഥ്വിരാജിനെ അടിക്കുന്നു. ഇല്ല, ഈ ചേച്ചി അതൊന്നും അല്ല. നമുക്ക് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ചേച്ചി അടിച്ചിട്ടുണ്ട്. അടിച്ചോ? ആ ചേച്ചി ഈ ചേച്ചിയാണോ? എനിക്ക് എന്റെ കാശി, നിന്റെ കണ്ണ് അടിപൊളി കണ്ണാണ് കേട്ടോ. പക്ഷെ ആ ടിവിയിൽ കണ്ട പോലെ തന്നെ ഇപ്പൊ അങ്ങനെയല്ല, വേറെ ആളത്. സന്തോഷായോ നിനക്ക് കണ്ടപ്പോ? നേരിട്ട് കണ്ടപ്പോ മോന് സന്തോഷായോ? സന്തോഷായി. സൂപ്പർ പടമായിരുന്നു. ഇനി നിങ്ങൾക്ക് എന്താണ് ഇവരുടെ പെർഫോമൻസിനെ കുറിച്ച് പറയാനുള്ളത്? ഞാൻ അമർ അക്ബർ അന്തോണി 1000 പ്രാവശ്യം ഇപ്പൊ കാണുന്നു. മിടുക്കൻ. നമ്മുടെ കണ്ടസ്റ്റൻസില് ഇപ്പൊ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഒരു കുട്ടിയാണ്. എന്താ പേര്? വൈഷ്ണവി. പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ സീൻ ചെയ്തിട്ട്? എന്ത് തോന്നി മോക്ക്? നന്നായി. അപ്പൊ നമുക്ക് സ്റ്റാർസ് വേണ്ടേ? ഇഷ്ടപ്പെട്ടെങ്കിൽ സ്റ്റാർസ് കൊടുത്തോളൂ. 2 stars, 3 stars, എന്ത് വേണമെങ്കിൽ കൊടുക്കാം. 3 stars. 3 stars, 3 stars and 3 stars. Once again, welcome
ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്. നമ്മൾ ഇനി കാണാൻ പോകുന്ന ഡബ് സ്മാഷ്, അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫാമിലി എന്ന് പറയുമ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഒരു ഫാമിലിയിൽ ജനിക്കാനും ജീവിക്കാനും ഒക്കെയാണല്ലോ ആഗ്രഹിക്കുന്നത്. കാണുമ്പോൾ എല്ലാ ഫാമിലീസും ഹാപ്പി ആയിട്ട് തോന്നും, പക്ഷെ അതിന്റെ ഉള്ളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ആവശ്യമില്ലാത്ത നുണകൾ പറയുമ്പോഴാണ് അല്ലേ? ഈ ആവശ്യമില്ലാത്ത നുണയൊക്കെ പറയാൻ പോകുമ്പോഴാണ് ആ ഫാമിലി ഇങ്ങനെ ഉള്ളിലിരുന്ന് പുകഞ്ഞിട്ട് പുറത്തിങ്ങനെ ചിരിച്ചു കാണിക്കേണ്ടി വരും. അങ്ങനെയുള്ള കുറെ ക്യാരക്ടേഴ്സ് ഉള്ളൊരു മൂവി ഉണ്ട്. ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും നുണ പറഞ്ഞു, പിന്നെ അത് പിടിക്കപ്പെടുന്നു, പിന്നെ നുണ പറഞ്ഞു, പിന്നെ പിടിക്കപ്പെടുന്നു, അങ്ങനെ പോകും. ഏത് സിനിമ മനസ്സിലായോ? യെസ്, Tarushi, you got it. Happy Husbands എന്ന മൂവിയിലെ ഒരു തകപ്പൻ സീനുമായിട്ട് നമ്മുടെ കട്ടുറുമ്പുകൾ റെഡിയാണ്. നിങ്ങൾ റെഡിയല്ലേ? റെഡി. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക്. എങ്ങനെ, റൂം ഓക്കെ ആണല്ലോ? നല്ല റൂം. എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എന്താ? ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരു റിസോർട്ടിൽ വരുന്നു. അപ്പൊ വേറൊരു ഭർത്താവും വേറൊരു ഭാര്യയും വരുന്നു. ആ ഭാര്യ പറഞ്ഞു ഈ ഭാര്യ മറ്റേയാളുടെ ഭാര്യയാണെന്ന്. അപ്പൊ വേറൊരു ഭാര്യയും ഭർത്താവും വരുന്നു. ഈയൊക്കെന്താ വട്ടുണ്ടോ? ഇതിലൊരു ഭാര്യക്ക് വട്ടുണ്ട്. അപ്പൊ ഞാനാരാ? അയ്യോ, എന്റെ കുട്ടി, ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞതാ. 3 മലയാളി ഫാമിലീസ് ഇവിടെ വന്നിട്ടുണ്ട്. അതിലൊരാൾ പത്രാധിപർ, വേറൊരാൾ ഫോട്ടോഗ്രാഫർ, മൂന്നാമതൊരാൾ എന്തേത്? ജോഗിങ്. ഇതുപോലൊരു ജോഗിങ് ഞാൻ അങ്ങോട്ട് വെച്ച് തന്നാണ്ടല്ലോ. ടേക്ക് ഇറ്റ് ഈസി മാൻ. ഇയാൾ എന്തൊക്കെയോ പറയുന്നത്. ഞാനൊരു കടങ്കഥ ചോദിക്കാം. കണക്കിലെ കളി. 3 ഭർത്താവിന് 2 ഭാര്യ, 2 ഭാര്യക്ക് 1 ഭർത്താവ്. ഈ കഥയ്ക്ക് ഉത്തരം ചൊല്ലുവാൻ പോരാമോ? ഇല്ലെങ്കിൽ ഇല്ലില്ല സമ്മാനം. കുരുവികളും വേലപ്പറവകളും വരുന്നേ, കാടം വരുന്നേ, കുടരുമാടനുണ്ടേ. അതിനു മുമ്പ് എത്തിയിട്ടില്ലല്ലോ, തോറ്റല്ലേ? ഇതൊന്നും ആരോടും പറയലടോ. രാഹുൽ, രാഹുൽ, ശ്രേയ വന്നിട്ടുണ്ടോ? ജോണും ഭാര്യയും വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പരസ്പരം അറിഞ്ഞോണ്ടുള്ള വരവല്ലേ? ഏതാ കോട്ടേജ്? ഇത്. ഈ കടങ്കഥക്ക് ഒന്ന് ഉത്തരം പറയാമോ? 3 ഭർത്താക്കന്മാരെ. ഇനി കടങ്കഥ കൂടെ വന്നാണ്ടല്ലോ, പിടിച്ചേ. കടങ്കഥയുടെ ഉത്തരം ഏതാണ്ട് എനിക്ക് പിടികിട്ടി തുടങ്ങി. പ്ലീസ്, ഈ ഹോട്ടലിൽ നിന്ന് അല്ല, ഈ മലേഷ്യയിൽ നിന്ന് എന്നൊന്ന് പോയി തരുമോ? ഞാനെന്തിനാ പോകുന്ന? ഞങ്ങളുടെ ഭാര്യമാരറിഞ്ഞാൽ ആകെ കുഴപ്പമാവും. അല്ല, ഈ ഭാര്യമാരറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തിനാ ചെയ്യാൻ പോകുന്നേ? വേണ്ടായിരുന്നു. പ്ലീസ്, ഇതൊന്ന് വാങ്ങണം. വേണ്ട. എന്നിട്ടൊന്ന് പോയി തരണം. ഇല്ല. കൂടുതൽ വേണമെങ്കിൽ നാട്ടിൽ നിന്ന് തരാം. വേണ്ട. പ്ലീസ്. നോ. ഇതൊന്ന് വാങ്ങ. ഈ ഒരു പ്രാവശ്യം. എന്താ ഇവിടെ? കുറച്ച് കാശ് കടം വാങ്ങാൻ വന്നതാ. എന്താ ഇവിടെ നടക്കുന്നത്? സത്യം പറ. ഞാൻ പറഞ്ഞില്ലേ, കാശ് കടം. ആരുടെ ഭാര്യ നീ? അതെന്നെ എനിക്കും അറിയണ്ട. കൃഷ്ണേന്ദു, തല തോർത്തില്ലെങ്കിൽ എനിക്ക് പനി വരും. അതെ, എല്ലാവരും പിരിഞ്ഞു നോക്കിയേ. വിട. നിന്റെ പേര് കൃഷ്ണേന്ദുവാണ്, ഇദ്ദേഹത്തിന്റെ വൈഫാണെന്നൊക്കെയല്ലേ എന്നോട് പറഞ്ഞത്? ആര് പറഞ്ഞു? നീ പറഞ്ഞു. ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാം നിങ്ങൾ 3 പേരും കൂടി തീരുമാനിച്ചതല്ലേ? അപ്പൊ അന്ന് നീ ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ വന്നതോ? എൻഗേജ്മെന്റ് ദിവസം എന്റെ വീട്ടിൽ വന്നതോ? ഓ, അതോ? അത് രാഹുലും ജോണും മുകുന്ദൻജിയും കൂടി അങ്ങ് പറഞ്ഞു കൊടുത്തേ. കൃഷ്ണേന്ദു, തല 3 പേരും ചേർന്ന് ഞങ്ങളെ ചതിക്കായിരുന്നല്ലേ? അല്ല, കൃഷ്ണേന്ദു ചേർത്ത് ഈ കാര്യം എന്താന്ന് വെച്ചതെങ്കിലേ. വേണ്ട, ശബ്ദത്തിന്റെ പതർച്ചെന്ന് തന്നെ ഒക്കെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറയാം. ശ്രേ, അതായത് ആദർശ ഭർത്താവിന്റെ ശരിയായ രൂപം ഞാനിന്ന് കണ്ടു. ശ്രേ, സെറീന വരുന്നുണ്ടോ? കൃഷ്ണേന്ദു, വിഡ്ഢികൾ, അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അവരുടെ ഭാര്യമാരാരാണെന്ന്. പക്ഷേ എനിക്ക് മനസ്സിലായി, എനിക്ക് മെന്റലാണെന്ന്. സൂപ്പർ മൈൻഡ് ബ്ലോയിങ് പെർഫോമൻസ്. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. ഇവിടെ ഈ ചേട്ടനും ചേച്ചി കൂടി കുടുകുടുകുടാന്ന് ചിരിയായിരുന്നു. നിങ്ങൾ ചിരിക്കുന്ന കണ്ട കുഞ്ഞുങ്ങൾ ചിരിക്കുന്ന പോലെ ഉണ്ട്, പ്രത്യേകിച്ച് ഷാഹിൻ. അത്ര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. സലീമായിട്ട് സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സുജയ്, അടിപൊളി. പിന്നെ ആരൊക്കെ ഇഷ്ടപ്പെട്ടു?
ഇല്ല, എനിക്ക് സലീമേന്റെ ഫാനാണ്. എനിക്ക് അല്ലെങ്കിൽ ഞാൻ സലീമേന്റെ ഫാനാണ്. അപ്പൊ സലീമ ചെയ്തേക്കുന്നത് വളരെ നന്നായിട്ടുണ്ട്. എന്തിനേട്ടാ സൂപ്പർ ആയിട്ട് കേട്ടോ, കൊള്ളാം, നന്നായിട്ടുണ്ട്. സൂര്യജിത്ത് പറയൂ, ഈ ചേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു പെർഫോമൻസ്. എന്റെ പെർഫോമൻസും എല്ലാവരുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടതിന് വളരെ നന്ദി. വളരുന്നു. പിന്നെ നമ്മുടെ ജയറാമേട്ടനും അതുപോലെ ഇന്ദ്രജിത്തായിട്ട് അഭിനയിച്ചതും ജയസൂര്യായിട്ട് അഭിനയിച്ചതും എല്ലാവരും, നിങ്ങള് ഭാവന, സമൃദ്ധ, സുനിൽ, പിന്നെ ആരായിരുന്നു? റിമ കല്ലിങ്കൽ. മോളല്ലേ റിമ ചെയ്ത, നല്ലതായിരുന്നു. ഇവര് റിഹേഴ്സൽ ചെയ്യുന്നത് ഇവിടെ നമ്മുടെ ഷൂട്ട് ചെയ്യുന്നതിന് മുൻപ് ഇവര് വന്നിട്ട് ഇവര് റിഹേഴ്സൽ ചെയ്യും. ഇവര് കുഞ്ഞുങ്ങളാണ്, ഇവര് കുസൃതിക്കാരാണെങ്കിലും റിഹേഴ്സലിന്റെ കാര്യത്തില് ഭയങ്കര മിടുക്കന്മാരാണ്. പെർഫെക്റ്റ് ടൈമിങ്ങോടുകൂടി അവർ എല്ലാം റിഹേഴ്സൽ ചെയ്തിട്ടേ ഇവിടെ വരുള്ളൂ. അപ്പൊ എന്തായാലും സ്റ്റാർസ് വേണ്ട മക്കളെ, നല്ല മിടുക്കന്മാരുടെ പെർഫോം ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി തീരുമാനിച്ചു നിങ്ങൾക്ക് ഫുൾ മാർക്ക് തരാൻ 3 stars. വെൽക്കം ടു ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്. നമ്മുടെ കട്ടുറുമ്പിലെ കുട്ടികൾ അല്ലെങ്കിൽ അവരൊരു കുട്ടി ജേർണലിസ്റ്റുകളാവാൻ പോവാണ്. കാരണം നാട്ടിലുള്ള പല വാർത്തകളും ഇങ്ങനെ തേടി പിടിച്ച് ഇവിടെ ഈ വേദിയിൽ വന്നിട്ട് കുസൃതി നിറഞ്ഞ ഒരു അവതരണത്തോടുകൂടി നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാണ്. സോ ആ കുട്ടി വാർത്തയിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കിയിട്ട് തിരിച്ചു വരാം. നമസ്കാരം, കുരുത്തക്കേട് വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് കട്ടുറുമ്പിലെ ഏറ്റവും പാവപ്പെട്ട കുട്ടി ഞാൻ, അൻവിത. അമ്മ ടീച്ചറാണ്, അച്ഛൻ അലൂമിനിയം ഫാബ്രിക്കേഷന്റെ ബിസിനസ് ആണ്. എങ്കിലും ഞാൻ പാവപ്പെട്ട കുട്ടി അൻവിത. പ്രധാന വാർത്തകൾ. അങ്കമാലിയിൽ രാഷ്ട്രീയ സമരത്തിനിടെ വൻ ഇടിയും വെട്ടും. വാർത്തകൾ വിശദമായി. ഇന്നലെ വൈകിട്ട് അങ്കമാലി ടൗണിൽ രാഷ്ട്രീയക്കാരുടെ സമരത്തിനിടയിൽ ശക്തിയായ മഴയെ തുടർന്ന് ഇടിയും വെട്ടുമുണ്ടായി. ഇനി മഴ മാറിയിട്ട് സമരം നടത്താമെന്ന് പറഞ്ഞ് ലോക്കൽ കമ്മിറ്റി നേതാവ് ഹോട്ടലിലുള്ള റൂമിലേക്ക് പോയി. ബാക്കിയുള്ള ആളുകളെല്ലാം ആ മഴ അവിടെ നിന്നുകൊണ്ടു. നാണമില്ലാത്തവർമാർ. അടുത്ത വാർത്ത. ഫ്ലവേഴ്സ് ചാനലിന്റെ കോർഡിനേറ്റർ രജി സാന്ദ്രയുടെ കല്യാണം കഴിഞ്ഞു. വാർത്തകൾ വിശദമായി. 2017 ഡിസംബർ 31 റജി സാന്ദ്രയുടെ കല്യാണം. അടുത്ത വാർത്ത. നിയമം കാറ്റിൽ പറത്തി ഒരു ബാലൻ. വാർത്തകൾ വിശദമായി. ചെല്ലാനം സെന്റ് മേരീസ് LP സ്കൂളിലെ 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയായ ബിജു ആണ് ഉച്ചയ്ക്ക് 1 മണിക്ക് ചോറുണ്ണാൻ വിട്ടപ്പോഴാണ് വെള്ള പേപ്പറിൽ നിയമമെന്ന് വലുതായി എഴുതി വിമാനമുണ്ടാക്കി കാറ്റിൽ പറത്തിയത്. അധ്യാപകരും വിദ്യാർത്ഥികളും സഹകരിച്ചാൽ സുപ്രീം കോടതി എന്ന് വരെ എഴുതി വിമാനമുണ്ടാക്കി കാറ്റിൽ പറത്തുമെന്ന് ബിജു കട്ടുറുമ്പ് വാർത്തകളോട് പ്രതികരിച്ചു. എടാ ബിജു, നിന്റെ ഒരു വിമാനം. അടുത്ത വാർത്ത. കട്ടുറുമ്പിലെ ക്രിസ്റ്റോയെ മീൻ പിടിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. കോട്ടയത്ത് മെട്രോ പാർക്കിലെ അക്വേറിയത്തിലെ കളർ മീനുകളെയാണ് ക്രിസ്റ്റോ ചൂണ്ടയിട്ട് പിടിച്ചത്. പിടിച്ച മീനുകളെയും ക്രിസ്റ്റോയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിച്ച മീനുകളെ അക്വേറിയത്തിലേക്കും ക്രിസ്റ്റോയെ വീട്ടിലേക്കും പോലീസ് പറഞ്ഞുവിട്ടു. ചുമ്മാതല്ല ഇപ്രാവശ്യം ക്രിസ്റ്റോ വരാത്തത്. ഇനി സിനിമാ വാർത്തകളിലേക്ക്. മലയാള സിനിമയുടെ പേരുകൾ ഇനി മുതൽ ഇംഗ്ലീഷ് പേരുകൾ മാറ്റി മലയാളത്തിൽ തന്നെ വേണമെന്ന് സുപ്രീം കോടതി. വിധി വന്ന ഉടൻ തന്നെ മാറ്റിയ ചലച്ചിത്രങ്ങളുടെ പേരുകൾ ഇതാണ്. മഗിപ്പെൻ 2, കുരങ്ങന്റെ 2ാമത്തെ പേന എന്നാണ് മലയാളത്തിൽ ഇട്ടിരിക്കുന്നത്. ഡോക്ടർ. ഈ ചിത്രത്തിന്റെ പേര് ശ്രീമാൻ വൈദ്യരെന്നാക്കി മാറ്റിയിട്ടുണ്ട്. അടുത്തത് സ്പോർട്സ് വാർത്തകൾ. ചൈനയിലെ ക്രിക്കറ്റ് ടീം പിരിച്ചുവിട്ടു. വാർത്തകൾ വിശദമായി. അവർ കളത്തിലിറങ്ങുമ്പോൾ 11 പേരിൽ നിന്നും ആരാണ് ഫൗൾ ചെയ്യുന്നതെന്നോ ആരാണ് ക്യാച്ച് എടുക്കുന്നതെന്നോ ആരൊക്കെയാണ് ഓടുന്നെന്നോ തിരിച്ചറിയാൻ പറ്റില്ലെന്ന് അമ്പയറിന്റെ പരാതിയെ തുടർന്നാണ് ചൈന ടീമിനെ പിരിച്ചുവിട്ടത്. ശരിയാ, എല്ലാം ഒരേ മുഖവാ. അടുത്തത് കാലാവസ്ഥ. കേരളത്തിലെ ചൂടിന് കാരണം ഓസോൺ പാളികളുടെ വിള്ളലാണെന്ന് സയന്റിസ്റ്റുകൾ അറിയിച്ചു. ആ വിള്ളൽ അടയ്ക്കാൻ നാളെ തന്നെ മേസ്തിരി സുഗുനെ ശൂന്യാകാശത്തേക്ക് അയക്കുമെന്ന് മന്ത്രി. ഈ ചൂടും സഹിച്ച് ഇവിടെ ഇരിക്കാൻ വയ്യ. ഞാൻ വാർത്തകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്. അയ്യോ, ഈ എന്തിനാ മോനെ, എന്തിനാ സൂരജ് നീ കരയണേ? എന്ത് പറ്റി? ഇവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെ അവിടുത്തെ SI ഇല്ലേ, മറിയാമ്മ, അവരെന്നെ അറഞ്ചും പുറഞ്ചും തല്ലി. എന്തിനു തല്ലി?
അറഞ്ഞും മുറഞ്ഞും തല്ലിന്ന്. അർജപ്പുറച്ച് എന്തിനാ തല്ലിയേ? ഞാൻ ഇവിടുന്ന് എന്തിനാ പോയത്? ഇവൻ പോയത് ജോലി അന്വേഷിച്ചു. അങ്ങനെ ഞാൻ വഴിയരികിൽ ഒരു പെൺകുട്ടിനെ കണ്ടേ. ആ പെൺകുട്ടിനോട് പറഞ്ഞു ഇവിടെ അടുത്തുള്ള തൊട്ടൊരു ഹോട്ടലുണ്ട്, നമുക്ക് അവിടെ വരെ ഒന്ന് പോയി വരാന്ന് പറഞ്ഞു. നിന്റെ അടിക്കരുത്, തല്ലി കൊല്ലണം നിന്നൊക്കെ. അല്ലെന്നേ, പിന്നെ എനിക്ക് ഹോട്ടലിലല്ലേ പണി അറിയുള്ളൂ. അതെ, ഹോട്ടലിൽ പണിയെടുക്കാൻ പോയി. അപ്പൊ അവിടെ ഒരു ഹോട്ടലുണ്ട്, ആ ഹോട്ടലിലേക്ക് വഴി കാണിച്ചു തരാൻ വേണ്ടിട്ട് എന്റെ പൊന്ന് പോരോന്ന് ചോദിച്ചപ്പോഴാണ് അത് തല്ലിയത്. ഓ, വഴി കാണിച്ചു തരാൻ. ആരാ തല്ലിയത്? മറിയാമ്മയാണോ തല്ലിയത്? മറിയാമ്മയാണോ തിരിയാമ്മയാണോ എനിക്ക് അറിയാൻ പാടില്ല. എന്നാലും തല്ലിയിരുന്നു, നല്ല അറഞ്ചം പുറഞ്ഞും തല്ലി. എന്റെ 2 പല്ലിന്റെ പോക്കറ്റിനകത്തുണ്ട്. ഡോക്ടറെ കാണണോ? ഇരിക്കാൻ വരുമോ? എന്റെ കൂടെ ഇരിക്കാൻ വരുമോ മറിയാമ്മേനെ? വേണ്ടട്ടോ, നിങ്ങളൊന്നും പോരുത്, നാറ്റ കേസാവും, പോരുത്. അതെ, അത് വേണം. വേണം. വേണ്ട, നീ പോയിട്ട് പല്ല് ശരിയാക്കിട്ട് വാ. പല്ല് ശരിയാക്കിട്ട് വരാല്ലേ? ഓക്കെ, പല്ല് ശരിയാക്കി മാത്രം പോരാ, ഈ വൃത്തിയുടെ സ്വഭാവം നിർത്തണം കേട്ടോ. ഈ സൂരജ് പറഞ്ഞിട്ട് പോയ മറിയാമ്മ എസ് ആരാ നിങ്ങക്ക് മനസ്സിലായോ? നമ്മുടെ ഇഷ്ടത്തിലെ കൽപ്പന ചേച്ചിയുടെ കാര്യമാണ് പറയുന്നത്. ഈ മറിയാമ്മ എസ് എന്ന് പറഞ്ഞ ഭയങ്കര ദേഷ്യക്കാരിയാ. ഈ സൂരജിനെ മാത്രല്ല വേറെ 2 പേരെ അവിടെ പിടിച്ചിട്ടിട്ടുണ്ട്. ഇതേപോലത്തെ പൂവാല ശല്യം ആവാനാണ് സാധ്യത. അപ്പൊ അവരെന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാണണ്ടേ? ഇഷ്ടം എന്ന സിനിമയിലെ രംഗം നമ്മുടെ കട്ടുറുമ്പുകൾ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. എങ്ങനെയുണ്ടോ കുട്ടി? എങ്ങനെ ഉണ്ടെങ്കിലും ഇനി തന്റെ കൂടെ ഈ പണിക്ക് ഞാനില്ല. അങ്ങനെ വാശി പിടിക്കില്ലേ മേന്നെ? ഞാനൊന്ന് പറയട്ടെ, ഇനി കല്യാണാലോചന എന്ന് പറഞ്ഞ് മേന്നെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കില്ല. ഇത് ലാസ്റ്റാ. ആ കൈ ഇങ്ങോട്ട് തന്നെ. സത്യം ചെയ്യാനാ? ഇല്ല. മേന്നെ എന്റെ കൈമ മാവായിക്കോട്ടെ, എനിക്ക് സത്യം ചെയ്യാനാ. അതുകൊണ്ടല്ല, ഇത് ലാസ്റ്റാ. എത്ര പ്രാവശ്യം താൻ എന്നോട് സത്യം ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ തവണത്തെ പോലെ കുഴപ്പമുണ്ടാവും പേടിച്ചിട്ടാണോ? പേടിക്കണ്ട. ദേ, ഈ കുട്ടിയുടെ നാള്, പേര് എന്ന് വേണ്ട എല്ലാ വിവരങ്ങളും ഇതിനകത്തുണ്ട്. ഈ ഫോട്ടോ നോക്കി ഞാൻ കുട്ടിയെ തിരിച്ചറിയുന്നു, എനിക്ക് ഇഷ്ടപ്പെടുന്നു, താൻ സംസാരിക്കുന്നു. എനിക്കിതാ മനസ്സിലാകുന്നത്. എടോ, തനിക്ക് ഇഷ്ടപ്പെട്ട താൻ സംസാരിച്ചാ പോരെ? പോരാ. എന്താ? ഒരു മണവാളൻ എന്ന് പറയുമ്പോ അതിന്റേതായ ഒരടക്കവും ഒതുക്കവും ഒരു നാണമൊക്കെ വേണ്ട. ഉള്ളത് പറയാലോ, എനിക്ക് നേരിട്ട് സംസാരിക്കാൻ ഇത്തിരി വൈക്ലഭ്യുണ്ട്. മേനോൻ ഒരു കാരണസ്ഥാനത്ത് നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒതുക്കി എന്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് തന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നാളെ രജിസ്റ്റർ. അപ്പൊ രജിസ്റ്റർ മാരേജ് ആണ്. ആരെയും വിളിക്കുന്നില്ലേ? എനിക്ക് വേറെ ആരെ വിളിക്കാനുള്ളത്? അവരെ വിളിക്കുന്നില്ലേ? തന്റെ മക്കളെ വിളിക്കാൻ ഞാൻ ഇനി അവിടെ ചെന്ന് കുമ്പിടണോ? അതല്ല, പിന്നെ ആ പെണ്ണും പിള്ളെ വിളിക്കുന്നില്ലെന്ന്. ഏത് പെണ്ണും പിള്ള? തന്റെ ആദ്യത്തെ ഭാര്യ സിംഗപ്പൂര്. അവരെ ഒരു കല്യാണത്തിന് ഞാൻ വിളിച്ചതാണല്ലോ. ഏത് കല്യാണത്തിന്? ഞാനും അവരും തമ്മിലുള്ള കല്യാണത്തിന്. ആ ശവത്തിന്റെ കാര്യം ഇവിടെ മിണ്ടരുന്ന് തന്നോട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ആ പിശാചിനെ എന്തിനാ ഇവിടെ വലിച്ചടിച്ചുകൊണ്ടിരുന്നേ? താൻ വന്ന് നീ വേണ്ട, എനിക്ക് കല്യാണം വേണ്ട, ഒന്നും വേണ്ട, അതാ കിടക്കണു. എനിക്ക് നല്ല വിഷമം കേട്ടോ. എന്താ കാലൊളിക്കുക? കാലൊളിക്കിട്ടൊന്നല്ല, തന്നെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോണുള്ളൂ, അതന്നെ. കൊഴക്കി ഭാഗ്യം സമയത്തിനെത്തി. നമുക്കെന്താ ഇവിടെ കാര്യം? ഇവിടെ ലെക്ചറാണ് ഈ കുട്ടി. ഇവിടെ നിന്ന സൗകര്യമായിട്ട് കുട്ടിയെ കണ്ടുപിടിച്ചൂടെ? വേണം. താ ഇവിടെ നിന്നാ മതി, ഞാൻ പോയി കണ്ടുപിടിച്ച. അമ്മാവോ, ഞങ്ങളുടെ കഞ്ഞി പാറ്റ ഇടല്ലേ. ഞങ്ങളുള്ളോണ്ട് ജീവിച്ചു പൊക്കോട്ടെ. എന്താ കുട്ടി വന്നിട്ടില്ലേ? അതെ, ജാതകവശായി എനിക്കിപ്പോ ശുക്രദശയായി. എന്തു വന്നാലും അതൊക്കെ ശുക്രൻ തട്ടി മാറ്റിക്കോളൂ. വണ്ടിയിലോട്ട് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാ മതി. അങ്ങോട്ട് പോണോ? എന്താണോ പേര്? എന്റെ പേര് നാരായണൻ. തന്റെ പേര് ഞാൻ ചോദിച്ചില്ലല്ലോ. വെറും മേനോനാ? അല്ല, കൃഷ്ണൻകുട്ടി മേനോൻ. തന്നോട് പറയാൻ പറഞ്ഞില്ലല്ലോ. എന്റെ പേര് പറയരുതെന്നല്ലേ മേഡം പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ അയാളുടെ പേര് പറഞ്ഞത്. എന്റെ പേര് വേണമെങ്കിൽ അയാൾ പറഞ്ഞോട്ടെ. അയ്യോ, കുറെ നേരമായിട്ട് തന്നെ ഓവർ സ്മാർട്ട് കളിക്കുകയാണല്ലോ. താനാണല്ലോ സർക്കസ് മാനേരോ? തന്റെ വട്ട പൊട്ടും സ്യൂട്ടും അഴിടോ, അഴിക്കേ. കൃഷ്ണൻകുട്ടി മേനോൻ. ലീലാമ്മ എഴുതിക്കോ, കൃഷ്ണൻകുട്ടി മേനോൻ. പിന്നെ നിങ്ങളുടെ വീട്ടിലാരൊക്കെയുണ്ട്? അല്ല, മേഡം പറഞ്ഞില്ലേ ഇതായിരിക്കും. അതിനോട് ഞാൻ പാന്റ് ഇടാൻ പറഞ്ഞോ? ഇടോ. ഞാൻ എന്താ ചോദിച്ചേ? വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന്. തന്നോട് ഞാൻ ചോദിച്ചോളൂ. വീട്ടിലാരൊക്കെ ഉണ്ട്? എനിക്ക് 2 ആമക്കളാണ്. നിങ്ങളുടെ വൈഫ് മരിച്ചുപോയി. ഓ, എത്ര വർഷമായി? 24 വർഷമായി. 24 വർഷം. നീലമേ, 24 വർഷമായി വിഭാര്യനായി കഴിയുന്ന ആളാണ്. അപ്പൊ ഇയാൾ പൂവാലനായതിൽ അത്ഭുതമില്ല. ഈ കപ്പ എവിടുന്ന് കിട്ടിയത്? താനോ? ഞാൻ ബാച്ചിലറാ. കല്യാണം കഴിച്ചിട്ടില്ല? എന്താ? കല്യാണം കഴിച്ചിട്ടില്ലേന്ന്? കല്യാണം കഴിച്ചിട്ടുണ്ട്. പിന്നെ
ബാറ്റർ ആകുന്നത്. വൈഫ് എന്നെ ഉപേക്ഷിച്ചു പോയി, അപ്പൊ ഞാൻ അവരെ ഡൈവേഴ്സ് ചെയ്തു. മിടുക്കൻ. കുട്ടികൾ അതിനുള്ള ടൈം കിട്ടില്ല, അപ്പോഴേക്കും അവര് പോയില്ലേ. ഒരു സ്ത്രീ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട എന്നിട്ട് ഇപ്പൊ അവരെവിടെ? എന്നെ കൊണ്ട് താൻ ഈർക്കിൽ എടുപ്പിക്കും. ലീലമേ, എഫ്ഐആർ എഴുതിക്കോ. ഭർത്താവിന്റെ പരസ്ത്രീ സംസർഗം മൂലം ആത്മഹത്യ ചെയ്യപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന സ്ത്രീയുടെ ഭർത്താവായ പി കൃഷ്ണൻകുട്ടി മേനോനുമാണ് ഈ കേസിലെ മുഖ്യ പ്രതികൾ. നിഷ്കളങ്കയും നിർധനയുമായ 14 വയസ്സുകാരി ബാലികയെ ക്രൂരമായ ശാരീരിക പീഡനങ്ങൾക്ക് വിധേയയാക്കിയ ഈ പ്രതികൾ. ആരാ? എന്താ വേണ്ടേ? ഒരു മിനിറ്റ് യൂസ് ചെയ്യും. ആക്ച്വലി എന്താണോന്ന് പരിക്കുന്നേ? തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അയ്യോ, ഞാൻ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറുന്നേ. പവൻ കെ മേനോൻ. പക്ഷേ എന്നെ എങ്ങനെ മനസ്സിലായി? അറിയാമയാടോ. ദേ, താൻ പണ്ടേ എസ് എൻ കോളേജ് പഠിച്ചിരുന്നപ്പോ അവിടെ ഫൈനൽ ഇയർ BSc പഠിച്ചിരുന്ന മറിയാമ്മ. ഓ, മറിയാമ്മ തോമസ്. ഫിസിക്സ് പ്രൊഫസർക്ക് ലവ് ലെറ്റർ കൊടുത്തതിന് അങ്ങേരുടെ ഭാര്യ ഓടിച്ചിട്ടുണ്ടല്ലേ? സോറി, ഞാൻ കണ്ട ഇമോഷൻ. അല്ല, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മറിയാമ്മ അവസാനം വെറും പോലീസായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓരോരോ സാഹചര്യങ്ങളല്ലേ പവൻ മനുഷ്യനെ പോലീസുകാരാക്കി മാറ്റുന്നത്. അല്ല, താൻ എന്താ ഇവിടെ? എന്തെങ്കിലും പരാതി ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഇടിച്ചവന്റെ പരിപ്പ് ഞാൻ ഇളക്കി തരാം. അയ്യോ, എനിക്കതിന് പരാതിയൊന്നുമില്ല. ഞാൻ ഇവരെ ഇറക്കാൻ വന്നതാ. ഇവരോ? ഈ പൂവാലൻ അമ്മാവന്മാരോ? ഇവരാരാ? തന്റെ റിലേറ്റീവ്സാ? അയ്യേ, എന്റെ ആരുമല്ല. പിന്നെ അങ്ങേരെ എന്റെ വീട്ടിലെ ഒരു അടുക്കളയിലെ ഒരു കുക്ക. ഏതാ? താടിക്കാരനോ? രാവിലെ പച്ചക്കറി വാങ്ങിക്കാൻ വന്നാ. പിന്നീട് അന്വേഷിച്ചപ്പോഴാ ലോക്കപ്പിലെ പോലീസിലാണ്. അപ്പൊ പൊട്ടനോ? ആളെനിക്കറിയില്ല. സാറിന് എന്നെ ഓർമ്മയില്ല? ഇയാളാ വീട്ടില് പറമ്പില് പശുവിനെ പുല്ലിരിക്കാനൊക്കെ വരണുണ്ട്. കഷ്ടം. അയ്യോ, എഫ്ഐആർ എഴുതിയ ശേഷം ഇവരെ എങ്ങനെയാ വിടുക? അല്ല, ആ കുക്കിനെ മാത്രം ഒന്ന് വിട്ടുകിട്ടിയ വീട്ടില് ചപ്പാത്തി ഇഷ്ടമൊക്കെ ഉണ്ടാക്കാൻ ആളില്ലാണ്ട് അച്ഛൻ കാത്തിരിക്ക. ആ കുക്കനെ കൊണ്ടുപോക്കൂ. മറ്റേ പൊട്ടനെ തട്ടി അകത്തിട്ടേക്കട്ടാ. അത്രയ്ക്കൊന്നും വേണ്ട. ഒരു 10-200 ഏത്തൊക്കെ ഇടിപ്പിച്ച് തലയും കുത്തിർത്തി കണ്ണിൽ മുളകൊടി ഇട്ടാ മതി. ഓക്കെ, ശരി. ഇനി തന്നെ ആ കോളേജിന്റെ പരിസരത്തെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ പൊക്കോ. ഞാനുണ്ട്. തന്നോട് ആരാ ഏത്തോടാൻ പറഞ്ഞു? അല്ല, വേഗം ഏത്തിട്ടുണ്ടെങ്കിൽ ആ വണ്ടിക്ക് പോവാലോ. ഞങ്ങളുടെ വണ്ടിയിലല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. തിരിച്ച് ആംബുലൻസിൽ വീട്ടിലെത്തിച്ചേക്കാം. നടന്നോട്ടെ നടന്നോട്ടെ. പെങ്ങളെ, നമ്മളെ എവിടെ വെച്ച എണ്ണ നിർത്തിയേ? ഞാൻ എണ്ണിയില്ല. എണ്ണിയില്ല അല്ലേ? നമുക്ക് ആദ്യം മുടിയും തുടങ്ങാം. 1, 2, 3. നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയ ശരിയാവില്ല കേട്ടോ. ഞങ്ങൾക്ക് കുറ്റം പറയാൻ എന്തെങ്കിലും തരൂ കുട്ടികളെ. എപ്പോഴും ഇങ്ങനെ അടിപൊളിയായിട്ട് ചെയ്ത് ഞാൻ പിന്നെ എന്തിനാ ഇവിടെ ഇരിക്കണേ? അല്ലെങ്കിൽ ഇവരെന്തിനാ ഇവിടെ ഇരിക്കണേ? നമ്മുടെ വിസ്മയ അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. വിസ്മയ നമ്മുടെ കൽപ്പന ചേച്ചിയായിട്ട് എപ്പോഴും കൽപ്പന ചേച്ചിയുടെ ഓരോ ക്യാരക്ടേഴ്സ് വിസ്മയാണ് തകർക്കുന്നത്. വിസ്മയ, എന്തെങ്കിലും പറയാനുണ്ടോ? ഷാഹനോ? ചേച്ചിയുടെ മുടിയാണ് നല്ല രസമാണ്. ചേച്ചി ഭയങ്കര വേർഡായിരുന്നു. മുടി നല്ലതാണോ? നല്ല ഇത് തന്നെ ഹാപ്പി. തേജസ് പിന്നെ അങ്കിളുടെ തടി മുശം കാണാനും മുടിയും കാണാനും ഒരു രസം. ഞാൻ വെട്ടാത്തോണ്ടായിരിക്കും ഇത്ര രസം. മണവാളിന് വേണ്ട നാണം എങ്ങനെയാണ് കാണിച്ചത്? മണവാളിനുള്ള നാണം എങ്ങനെയാന്ന് കാണിച്ചു കൊടുത്തേ. അയ്യോ, ശരിക്കും ഇന്നസെന്റിന്റെ മുഖം കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. എപ്പോഴും അതുപോലെ തേജസ്സും അതുപോലെ ഇന്നസെന്റ് ആയിട്ട് ക്യാരക്ടേഴ്സ് ആണ് കൂടുതൽ ഇവിടെ പെർഫോം ചെയ്തത്. പിന്നെ ഏത് ക്യാരക്ടേഴ്സ് കൊടുത്താലും ഇവര് പുലികളാണല്ലോ. സൂപ്പർ ആയിട്ട് ചെയ്യും. പിന്നെ നമ്മുടെ ദിലീപേട്ടൻ, വേണുചേട്ടൻ, സുർജിത്ത് വേണുചേട്ടനായിട്ട് ചെയ്തു. പിന്നെ കുറെ പൂവാലന്മാരും ദിലീപേട്ടനായിട്ട് ആശിഷും അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. മിടുക്കന്മാരായിട്ടോ. സ്റ്റാർസ് തരാം. നമുക്ക് ഇവർക്ക് പിന്നെ ഒന്നും പറയാനില്ലോ. പ്രത്യേകിച്ച് ഒരു എക്സ്പ്രസീവ് ആയിരുന്നു. ശരി, അപ്പൊ കൊടുത്തോളൂ. റെഡി? 1, 2, 3. വെൽക്കം ടു ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്. ഇനി നമുക്കൊരു ഡാൻസ് കണ്ടു കളയാം അല്ലേ? തരുഷി ഇങ്ങനെ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യാണ് ഒരു ഡാൻസ് കാണാൻ, അതും ഹിന്ദി സോങ്. തരുഷിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹിന്ദി സോങ്ങുമായിട്ട് നമ്മുടെ കട്ടുറുമ്പിലെ ദ ബെസ്റ്റ് ഡാൻസർ ഐശ്വര്യ തമ്പുവാണ്. സോ ഐശ്വര്യയുടെ ഒരു കിർലൻ ഡാൻസ് പെർഫോമൻസ് കണ്ടിട്ട് തിരിച്ചു വരാം.
वाले, आगे 10 है पीछे 12, मुझको अपना जान बना ले, चमका दे किस्मत का तारा। और एक बार से दिल नहीं भरता, मुड़ के देख मुझे दोबारा। टन टना टन 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 तारा, चलती है क्या 9 से 12। अरे टन टना टन 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 तारा, चलती है क्या 9 से 12। सुना है तेरे चाहने वाले, आगे 10 है पीछे 12। और खड़ी खड़ी क्या सोच रही है, चल हो जाए 9 2 11। दिन तो लेका कंगना, मुंह दिखाई दे दे फिर तू ले जा अपने अंगना। दो तोले की मुंदरी ला दे, दिन तो लेका कंगना, मुंह दिखाई दे दे फिर तू ले जा अपने अंगना। ना समझ तू चीज पुरानी, चेहरा मेरा पीस नूरानी, देखेगा तो खा जाएगा 100 झटके। पल्लो लटके रे मारो पल्लो लटके, पल्लो लटके रे मारो पल्लो लटके। जरा सा जरा सा जरा सा टेढ़ा हो जा मालूम। Superb. ഐശ്വര്യ, ലവ് യു. ഭയങ്കര സൂപ്പർബായിരുന്നു കേട്ടോ, അല്ലേ ഷാഹിൻ? നല്ലായിരുന്നു, നല്ല രസമുണ്ട്. So beautiful, so glamorous when you dance. Thank you. തരുഷി ഇങ്ങനെ ഭയങ്കര ത്രിൽഡ് ആയിട്ടിരിക്കുകയാണ്. I was very excited. I was like dancing already. ആ അതെ. അപ്പൊ തരുഷി ചേച്ചി ഇവിടെ എന്താ പറഞ്ഞത് വെച്ചാൽ ഒരു ഹിന്ദി പാട്ട് കേട്ടു, ഓ എനിക്ക് സന്തോഷമായി, എനിക്ക് ഡാൻസ് കളിക്കണം എന്നാണ് പറയുന്നത്. ഐശ്വര്യ കൂടെ കൂട്ടോ? ആ അപ്പൊ തരുഷിയും ഷാഹിനും കൂടി ചേർന്നിട്ട് അങ്ങൊരു നൃത്ത വിസ്മയം കാഴ്ചവെക്കാൻ പോവാണ്. പോയിക്കോളൂ പോയിക്കോളൂ. तेरे चाहने वाले, आगे 10 है पीछे 12, मुझको अपना जान बना ले, चमका दे किस्मत का तारा। और एक बार से दिल नहीं भरता, मुड़ के देख मुझे दोबारा। टन टना टन 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 तारा, चलती है क्या 9 से 12। अरे टन टना टन 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 तारा, चलती है क्या 9 से 12। सुना है तेरे चाहने वाले, आगे 10 है पीछे 12। और खड़ी खड़ी क्या सोच रही है, चल हो जाए 9 2 11। दिन तो लेका कंगना, मुंह दिखाई दे दे फिर तू ले जा अपने अंगना। दो तोले की मुंदरी ला दे, दिन तो लेका कंगना, मुंह दिखाई दे दे फिर तू ले जा अपने अंगना। ना समझ तू चीज पुरानी, चेहरा मेरा पीस नूरानी, देखेगा तो खा जाएगा 100 झटके। पल्लो लटके रे मारो पल्लो लटके, पल्लो लटके रे मारो पल्लो लटके। जरा सा जरा सा टेढ़ा हो जा मालूम। पल्लो लटके रे मारो पल्लो लटके, पल्लो लटके रे मारो पल्लो लटके। സോ ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കെട്ടിന്റെ സമയം ഇവിടെ കഴിയാൻ പോവാണ്. നിങ്ങക്ക് സങ്കടമില്ലേ?
സങ്കടമുണ്ട്, എനിക്കറിയാം എന്താ ചെയ്യാ, നിങ്ങളെയൊക്കെ കിട്ടിയിട്ട് വേഗം പറഞ്ഞു വിടണം എന്നുള്ള സങ്കടമുണ്ട്. പക്ഷേ ഷോ ആണ്, വൈൻഡപ്പ് ചെയ്യണം, വേറെ പ്രോഗ്രാംസ് ഒക്കെ ആൾക്കാർക്ക് കാണണം. നിങ്ങൾ രണ്ടുപേരും ഒന്ന് ഇങ്ങോട്ട് വരൂ, നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാം. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ലഭിച്ച 2 അടിപൊളി ഗസ്റ്റുകളായിരുന്നു തരുഷിയും ഷാഹിനും. അവരുടെ മൂവിയുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് വന്നത്. സോ ഒന്നും കൂടി പ്രേക്ഷകർക്ക് ഓർമ്മപ്പെടുത്താനായിട്ട് നിങ്ങളുടെ പുതിയ മൂവിനെ കുറിച്ചിട്ട് പറഞ്ഞോളൂ. ഞാനും തരുഷിയും ഒരുമിച്ച് അഭിനയിച്ച സിനിമയാണ് കഥ പറഞ്ഞ കഥ. ഫെബ്രുവരി 2 തിയേറ്ററിലെത്തും. നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഈ സിനിമയിൽ ഹീറോ സിദ്ധാർത്ഥ് മേനോനാണ്. സിദ്ധാർത്ഥിന് വരാൻ കഴിഞ്ഞു, സിദ്ധാർത്ഥ് വേറെ ഷൂട്ടിലാണുള്ളത്. സോ ഡയറക്ടർ സിജു ജവഹർ സംവിധാനം ചെയ്ത കഥ പറഞ്ഞ കഥ ഒരു മനോഹരമായ ഒരു ഫാമിലി സ്റ്റോറി ആയിരിക്കും. ശക്തമായൊരു കഥാപാത്രമാണ് തരുഷിയും ഞാനും സിദ്ധാർത്ഥും എല്ലാം ചെയ്യുന്നത്. പേര് പോലെ തന്നെ വളരെ സ്റ്റോറി ഓറിയന്റഡ് ആയിട്ടൊരു മൂവിയാണ്. ഒരുപാട് കഥകൾ, ഒരുപാട് ഇമോഷണൽ ജേർണിയിലൂടെ പോകുന്ന ക്യാരക്ടേഴ്സാണ് ഈ സിനിമയിലുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം. വീണ്ടും സിദ്ദിഖിക്ക് ഓർമ്മപ്പെടുത്തുന്നു. ഈ സൗണ്ട് ഒക്കെ വല്ലാതെ നമ്മളിങ്ങനെ മിസ് ചെയ്യിപ്പിക്കുന്നു. തരുഷിക്ക് മൂവിനെ കുറിച്ചിട്ട് പറയണോ അതോ നമ്മുടെ കുട്ടികളെ കുറിച്ചിട്ട് പറയണോ? ഭയങ്കര എനർജറ്റീവ് ആണ്. ലൈക്ക് they know how to perform, full stage cover ചെയ്യും. പിന്നെ there's no tiredness on their face. എപ്പോഴും ഹാപ്പിയാണ്. അതെ, എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. എക്സൈറ്റഡ് ആണ് അല്ലേ throughout the show. Yeah, just looking at them makes us happy. It's just so cute. ഞങ്ങൾക്ക് അവരുടെ ഒരുപാട് പഠിക്കാനുണ്ട്. അതാണ് ഈ ഷോവിന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. കുട്ടികൾ, നമ്മളെപ്പോഴും കുട്ടികളുടെ കൂടെ കൂടുമ്പോൾ നമ്മളുടെ ഒരു എന്താ പറയുക ടെൻഷനൊക്കെ മാറ്റി വെച്ച് അവരിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഫുൾ സന്തോഷവും നമ്മൾക്കും അതൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കും. നമ്മുടെ ഇന്നത്തെ മനോഹരമായുള്ള എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. കീപ് വാച്ചിങ് us only on Eastern കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്. ബീസ്റ്റ്, അനിമൽ, മൃഗം, നരാധമൻ. നരേന്ദ്രനെ സാധാ സബ് ഇൻസ്പെക്ടർക്ക് ബീസ്റ്റ് എന്ന വിളിപ്പേര് കൽപ്പിച്ചത് ഒരു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാ പണ്ട്, ഒരുപാട് കൊല്ലം മുമ്പ്. എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ശരിയാവേണ്ടതാണ്. പിന്നെ പണത്തിന് മീതെ ഒരു പക്ഷിയും പറക്കില്ലെന്നാണ്. പക്ഷിയല്ല, പരുന്ത്. പരുന്ത് പിന്നെ പക്ഷിയല്ലാണ്ട് മീനാണോ? കൃഷ്ണപുരം കൊട്ടാരത്തിന്റെ തെക്കേപ്പുറത്തുള്ള വീട്ടിൽ രാത്രികാലങ്ങളിൽ എന്തോ വരവ് പോക്കേണ്ടത് ഇമ്പഴത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഭൂമി തിരിയുന്ന ചെവുകൂട്ടി കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്. എന്നാ കേട്ടത് നേരാ. ഭൂമി തിരിയുന്നുണ്ട്. ജീവിക്കാൻ വേണ്ടി അതിനേക്കാൾ 10 വേഗത്തിലാണ് നമ്മൾ തിരിയുന്നത്. മാനത്തെ മാരിക്കുറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ മാടത്തെ മാടക്കിടാങ്ങൾ വാവുറങ്ങാരോ. ഞാൻ അങ്ങനെ ചെന്ന് ആശാന്റെ അടുത്ത് ശിശുത്വം സ്വീകരിക്കാൻ വേണ്ടിട്ട് ഒറ്റോട്ടുള്ള പറയാ. ഓക്കെ, അപ്പൊ പുള്ളി ആരെ മുന്നാരെ